Hello. So we will go to the fifth question in that question paper. Fifth question. നമുക്ക് ആ question ഒന്ന് വായിച്ചു നോക്കാം. 3 varieties of cowpeas were grown in pots arranged in a completely randomized design and the yields were noted. Perform analysis of variance for this experiment. So ഇവിടെ question എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അനോവ എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ് എക്സലിൽ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് 1 വേ അനോവയും ഒന്ന് 2 വേ അനോവയും. അപ്പോൾ അനോവ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇത് 1 വേ അനോവയാണോ 2 വേ അനോവയാണോ. 1 വേ അനോവയാണോ 2 വേ അനോവയാണോ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടും. അതായത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. 3 varieties of cowpeas were grown in pots arranged in a completely randomized design. Completely randomized design അല്ലെ CRD എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് അനോവയ്ക്കുള്ളതാണ്? CRD എന്ന് പറഞ്ഞാൽ 1 വേ അനോവ. അപ്പം നമ്മളുടെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വെറൈറ്റീസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, ഒരേ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അതുകൂടാതെ CRD എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ടത് 1 വേ അനോവ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച ശേഷം ചെയ്യേണ്ട എന്താ, ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് ഡേറ്റയെ കറക്റ്റായിട്ട് തെറ്റാതെ എക്സൽ ഷീറ്റിലേക്ക് എഴുതുക. ഇനിയും അനോവ എന്ന് പറഞ്ഞ ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആൽഫ സിഗ്നിഫിക്കൻസ് ലെവൽ തന്നിട്ടുണ്ടാവണം. ഈ ഒരു ക്വസ്റ്റിനകത്ത് ആൽഫയെ പറ്റി ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ആൽഫയാണ് എടുക്കേണ്ടത്? യു ഹാവ് ടു ടേക്ക് ആൽഫ ആസ് 0.05. അപ്പം നമുക്ക് എക്സൽ ഷീറ്റ് എടുക്കാം. ഞാൻ ഓൾറെഡി ആ ക്വസ്റ്റ്യൻ എക്സൽ ഷീറ്റിൽ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 5. അപ്പോൾ ഇത് 1 വേ അനോവ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യേണ്ടത്. പക്ഷേ അനാലിസിസിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾക്ക് ആൻസർ ഷീറ്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏതൊരു ടെസ്റ്റിംഗ് ബേസ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ടെസ്റ്റിംഗ് അതിൻ്റെ എക്സൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ അതിനോട് കൂടെ തന്നെ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു സ്പെസിഫൈ ദ നൾ ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോതെസിസ് ആസ് വെൽ ആസ് ദ വാല്യൂ ഓഫ് ആൽഫ ഇൻ യുവർ ആൻസർ ഷീറ്റ്. അപ്പം ഇവിടെ വെറൈറ്റീസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും നമ്മളുടെ H0 ഹൈപ്പോതെസിസ്? നൾ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി വെറൈറ്റീസ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ നമുക്ക് H0 എങ്ങനെ എഴുതാം? H0 ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു ആൽഫ 3 വേർ ആൽഫ I ഈസ് ദി എഫക്റ്റ് ഓഫ് ith variety. Effect of ith variety. ഒന്നിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? H0 there is no significant difference between there is no significant difference between varieties. എങ്ങനെ വേണമെങ്കിലും നമ്മൾ H1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, H0 should be specified. സോ H0 എഴുതി. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ആൽഫ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ആൽഫ ഈസ് ഈക്വൽ ടു 0.05 സിഗ്നിഫിക്കൻസ് ലെവലാണ്. സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ ഈസ് ഈക്വൽ ടു 0.05. ഇതും നോട്ടിൽ എഴുതണം. അത്ര എഴുതി വെച്ചിട്ട് വേണം നമ്മൾ അനാലിസിസിലേക്ക് വരാൻ. അപ്പോൾ അനോവ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡേറ്റയിലെ ഡേറ്റ അനാലിസിസ് ടൂൾ പാക്കിൽ നിന്നാണ് നമ്മൾ അനോവ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അടിച്ച ശേഷം ഗോ ടു ഡേറ്റ അനാലിസിസ് ടൂൾ പാക്ക്, ടേക്ക് സിംഗിൾ ഫാക്ടർ അനോവ, ക്ലിക്ക് ഓക്കെ, ദെൻ സെലക്ട് ദി ഇൻപുട്ട് റേഞ്ച്. ഇൻപുട്ട് റേഞ്ച് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഡേറ്റ മാത്രം എടുത്താൽ മതി. എയും ബിയും സിയും 1ഉം 2ഉം 3ഉം ഒന്നും എടുക്കണ്ട, ഡേറ്റ മാത്രം എടുക്കുക. എന്നിട്ട് ഡേറ്റ ഇവിടെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്? കോളത്തിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ? ABC 3 കോളമാണുള്ളത്. സോ ആ 3 കോളത്തിലാണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ആൽഫയുടെ വാല്യൂ 0.05 എന്ന് കൊടുക്കണം. ഔട്ട്പുട്ട് റേഞ്ച് എവിടെയാണ് നിങ്ങൾക്ക് അനോവ ടേബിൾ വരേണ്ടതെന്നുള്ളത് അവിടെ കൊടുക്കുക. സോ ഔട്ട്പുട്ട് റേഞ്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സെൽ കൊടുക്കുക. ഞാൻ ഇച്ചിരി താത്ത് കൊടുക്കുകയാണ്, നമ്മൾ അവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്ന കാരണം. ഓക്കെ കൊടുത്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. സോ വാട്ട് ഈസ് ദ ആൻസർ? ഇതാണ്ട് കിടക്കുന്നു നമ്മുടെ അനോവ ടേബിൾ. നമ്മുടെ P വാല്യൂവിനെ ബേസ് ചെയ്താണ്. അപ്പോൾ അനോവ ടേബിളിൽ സോഴ്സ് ഓഫ് വേരിയേഷൻ ഉണ്ട്, സം ഓഫ് സ്ക്വയർസ് ഉണ്ട്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, മീൻ സം ഓഫ് സ്ക്വയർസ് ഉണ്ട്. ഇതാണ് കാൽക്കുലേറ്റഡ് എഫ്. ഇവിടെ ടേബിൾ എഫ് ഉണ്ട്. ടേബിൾ എഫും കാൽക്കുലേറ്റഡ് എഫും വെച്ച് വേണേലും നമുക്ക് കൺക്ലൂഷൻ പറയാം. അതിനേക്കാട്ടിൽ എളുപ്പം പക്ഷേ
പി വാല്യൂ വെച്ച് കൺക്ലൂഷൻ പറയുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ പി വാല്യൂ വെച്ചിട്ട് കൺക്ലൂഷൻ പറയുന്നത്? പി വാല്യൂ, നമ്മളുടെ കയ്യിൽ പി വാല്യൂ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പി വാല്യൂ വെച്ചിട്ട് കൺക്ലൂഷൻ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ഫൈനൽ ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നത്. ഇതാണ് മെത്തേഡ്. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റഡ് പി വാല്യൂ ആൽഫയെക്കാട്ടിൽ കുറവാണെങ്കിൽ what you have to do is H naught is rejected. You have to reject your H naught. If your P is greater than alpha, H naught is accepted. ഇങ്ങനെയാണ് നമ്മൾ കൺക്ലൂഷനിലെത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പി വാല്യൂ ഉണ്ടെങ്കിൽ പി വാല്യൂ വെച്ച് കൺക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. പി വാല്യൂ ആൽഫയെക്കാട്ടിൽ കുറവാണെങ്കിൽ H നോട്ടിനെ റിജക്റ്റ് ചെയ്യുക, പി വാല്യൂ ആൽഫയെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ H നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്ത് കഴിഞ്ഞു. നൗ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു കോപ്പി ദ ടേബിൾ ടു യുവർ ആൻസർ ഷീറ്റ്. അനോവ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ഷീറ്റിലേക്ക് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് അതിൻ്റെ താഴെയാണ് നമ്മൾ കൺക്ലൂഷൻ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിലെ പി വാല്യൂ എങ്ങനെയാണ്? നമ്മുടെ പി വാല്യൂ എന്താണ് ഇവിടെ? ഇതെല്ലാം ആൻസർ ഷീറ്റിൽ എഴുതണം. ഹിയർ പി ഈസ് ഈക്വൽ ടു 2.98 ഇൻറ്റു ഇ റേസ് ടു ഇ മൈനസ് 0.5 എന്ന് വെച്ചാൽ 10 റേസ് ടു മൈനസ് 5 എന്നർത്ഥം. അതായത് എക്സ്ട്രീംലി സ്മോൾ ആണ്. ആൻഡ് വാട്ട് ഇസ് ആൽഫ? ആൽഫ ഈക്വൽ ടു 0.05. അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനാണ്? കണ്ടീഷൻ 1 ആണോ കണ്ടീഷൻ 2 ആണോ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തേക്കുന്നത്? ഇവിടുത്തെ നമ്മളുടെ പി വാല്യൂ ആൽഫയെക്കാട്ടി കുറവായതുകൊണ്ട് അപ്പോൾ അത് അതിൻ്റെ താഴെ എഴുതണം. ഹിയർ പി വാല്യൂ ഇസ് ലെസ് ദാൻ ആൽഫ. ഹിയർ പി ഈസ് ലെസ് ദാൻ ആൽഫ. ഹെൻസ് what is your conclusion? H naught is rejected. ഇത്രയും മാത്രം എഴുതിയാൽ പോരാ, ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള കൺക്ലൂഷൻ എഴുതണം. അപ്പോൾ എന്താണ് H നോട്ട് എന്തായിരുന്നു? വെറൈറ്റീസ് എല്ലാം സെയിം ആണ് എന്നുള്ളതായിരുന്നു നമ്മളുടെ H നോട്ട് അല്ലേ? ഇതേ കണ്ടോ, വെറൈറ്റീസ് എല്ലാം സെയിം ആണ് എന്നതായിരുന്നു നമ്മളുടെ H നോട്ട്. നമ്മളിപ്പോൾ എന്താ പറയുന്നത്? ഈ H നോട്ടിനെ നമ്മൾ റിജക്റ്റ് ചെയ്താണ്. അതുകൊണ്ട് വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ ഇൻ വേർഡ്സ്? ദാറ്റ് ഈസ് there exists a significance difference between the varieties. That is, there exists significant, like there is significant difference between the varieties. അത്ര ആയതോടുകൂടി ക്വസ്റ്റ്യൻ നമ്പർ 5 കഴിഞ്ഞു. Now we can go to the last question in the question paper, which is question number 6. എന്താണ് question number 6? Find 90% and 95% confidence interval for the population mean given that the sample mean of 15 observations is 30 with standard deviation 3.5. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒരു 90% കോൺഫിഡൻസ് ഇൻ്റർവെലും വേണം, 95% കോൺഫിഡൻസ് ഇൻ്റർവെലും വേണം. എന്തിൻ്റെയാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ വേണ്ടുന്നത്? പോപ്പുലേഷൻ മീൻ്റെ, അതായത് മ്യൂയുടെ കോൺഫിഡൻസ് ഇൻ്റർവെലാണ് വേണ്ടത്. കുറച്ചൊക്കെ നമ്മൾ തിയറി ഒന്ന് ഓർത്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന് എക്സൽ ഷീറ്റിലേക്ക് പോവാം. ഇപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ രണ്ടെണ്ണം മീൻ, അതായത് പോപ്പുലേഷൻ മീൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെൽ ആണെങ്കിൽ പോലും രണ്ട് രീതിയിലാണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ കണ്ടുപിടിക്കുന്നത്. ഫോർ മ്യൂ ഓർക്കുന്നുണ്ടോ? ഒരെണ്ണം എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 എക്സ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10. അതായത് നമ്മളുടെ എക്സ് ബാറിൻ്റെ വാല്യൂവും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയുടെ വാല്യൂവും എന്നിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ടെങ്കിൽ നോർമൽ ടേബിൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നത്. അത് ഒരു രീതിയാണ്. ദാറ്റ് ഈസ് വൺ മെത്തേഡ്. ഇനി സപ്പോസ് നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് സിഗ്മയുടെ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ, അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അൺനോൺ ആണ് എങ്കിൽ എന്തായിരിക്കും നമുക്ക് പകരം തന്നിട്ടുണ്ടാവുക? എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, എക്സ് ബാറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. ചില സിറ്റുവേഷനിൽ എക്സ് ബാർ ഉണ്ടാവില്ല, കുറേ ഡേറ്റ വാല്യൂസ് മാത്രമേ കാണുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ വാല്യൂസ് ഉപയോഗിച്ച് എക്സ് ബാറും എസ്സും കണ്ടുപിടിച്ചിട്ട് ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ സിഗ്മ അൺനോൺ ആണെങ്കിൽ ടി ടേബിൾസ് ഉപയോഗിച്ചുള്ള കോൺഫിഡൻസ് ഇൻ്റർവെൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ് ബാർ മൈനസ്
T alpha by 2 S by root n minus 1, comma x bar plus T alpha by 2 S by root n minus 1. ഇതാണ് നമ്മളുടെ മ്യൂവിൻ്റെ രണ്ട് കോൺഫിഡൻസ് ഇൻ്റർവെൽ. ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ കേർണൽ, ഇതിനെ നമ്മൾ കേർണൽ എന്ന് വിളിക്കുകയാണെങ്കിൽ ഒന്നിൽ ഈ വാല്യൂ അല്ലെങ്കിൽ ഈ വാല്യൂ ആണ് എക്സൽ നമുക്ക് തരുന്നത്. ഈ വാല്യൂ ഇത് ഇസഡിനെ ബേസ് ചെയ്ത് ആയതുകൊണ്ട് ഇതിനെ നമുക്കൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേർണൽ, നോർമൽ കേർണൽ എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ഒരു ടിയുടെ കേർണലാണ്. ഈ രണ്ട് വാല്യൂസും കണ്ടുപിടിക്കാൻ നമുക്ക് എക്സൽ ഉപയോഗിക്കാൻ പറ്റും. അതിനായിട്ടുള്ള ഫോമുല ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? ഫോമുല എന്ന് പറയുന്നത് ഫോമുലയിൽ പോയിട്ട് മോർ ഫങ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇതാണ്. കോൺഫിഡൻസ് നോം എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേർണൽ തരും. കോൺഫിഡൻസ് ടി എന്ന് പറയുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ്റെ കേർണലും തരും. ഇത് ഞാൻ നമ്മുടെ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ ഒന്നുകൂടെ പറയാണ് നിങ്ങൾക്ക് ഓർമ്മ വരാനായിട്ട്. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഏതർ കോൺഫിഡൻസ് നോം ഉപയോഗിക്കുക അല്ലെങ്കിൽ കോൺഫിഡൻസ് ടി ഉപയോഗിക്കുക. ഏത് ഉപയോഗിക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കുന്നത്? സിഗ്മ തന്നിട്ടുണ്ടോ തന്നിട്ടില്ലയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും നമ്മളുടെ ഡിസിഷൻ. അപ്പോൾ ഈ ഒരു വാല്യൂ കേർണൽ കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ആ കേർണലിൻ്റെ വാല്യൂ എക്സ് ബാറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ കിട്ടും. അത് എക്സ് ബാറിനോട് ആഡ് ചെയ്താൽ റൈറ്റ് സൈഡിലെ വാല്യൂ കിട്ടും. അതിപ്പോൾ നോർമൽ കേർണൽ ആയാലും ടിയുടെ കേർണൽ ആയാലും ശരി തന്നെ, എക്സ് ബാറിൽ നിന്ന് ആ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പം നമ്മുടെ ഇൻ്റർവെലിൻ്റെ ഒരു വാല്യൂ ഫസ്റ്റ് വൺ കിട്ടും. എക്സ് ബാറിൽ നിന്ന് എക്സ് ബാറിൻ്റെ കൂടെ ആഡ് ചെയ്താൽ സെക്കൻഡും കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ മെത്തേഡ്. ഇനി നമുക്ക് ഒന്നും കൂടി ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. So read the question once more. Find 90% and 95% confidence interval for the population mean given that the sample mean of 15 observations. അപ്പോൾ 15 എന്ന് പറയുന്നതാണ് n. സാമ്പിൾ മീൻ ഈസ് 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 ആണ് നമ്മുടെ എക്സ് ബാർ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.5. ആക്ച്വലി ഇവിടെ given that the sample mean of 15 observation is 30 with standard deviation 3.5, നമുക്ക് ആ 3.5നെ സിഗ്മ എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ അല്ല, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ആണ് തന്നേക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നമുക്കിത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു എക്സൽ. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 ഇടാം. അല്ല 6 അല്ലേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 6. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങൾ അപ്പോൾ ആൻസർ ഷീറ്റിൽ എന്താ എഴുതേണ്ടത്? ആൻസർ ഷീറ്റിൽ യു ഹാവ് ടു റൈറ്റ് ദ ഫോർമുല ഫോർ ദ കറസ്പോണ്ടിങ് കോൺഫിഡൻസ് ഇൻ്റർവൽ. അതായത് ഈ ഫോർമുല യു വിൽ ഹാവ് ടു റൈറ്റ് ദെയർ. ഇത്രയും. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ദിസ് ദെയർ. The corresponding confidence interval is x bar minus z alpha by 2 sigma by root n, comma x bar plus z alpha by 2 sigma by root n. നമ്മൾക്ക് രണ്ട് ആൽഫയുടെ കേസിൽ, അതായത് രണ്ട് കോൺഫിഡൻസിൻ്റെ കേസിലെ കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കാനുണ്ട്. ആൽഫ എന്ന് പറയുന്നത് 90%, അതായത് 0.9 ആവുന്ന കേസും ആൽഫ എന്ന് പറയുന്നത് 0.95 ആവുന്ന കേസും. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് വൺ എടുക്കാം. അതിനകത്ത് എ. ഓക്കെ, 90% കോൺഫിഡൻസ് ഇൻ്റർവെൽ. അപ്പോൾ 90% ആയാലും 95% ആയാലും തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സെയിം ആണ്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് ആദ്യം എഴുതാം. എന്നിൻ്റെ വാല്യൂ 15 ആയിരുന്നു. n is equal to 15. അടുത്തത് എക്സ് ബാർ. അപ്പോൾ അതിനെ നമുക്ക് സാമ്പിൾ മീൻ എന്ന് തന്നെ എഴുതാം. സാമ്പിൾ മീൻ ഈസ് ഈക്വൽ ടു 30. അടുത്തത് എനിക്ക് തോന്നിയത് അത് സിഗ്മയാണ് തന്നേക്കുന്നതെന്നാണ്. അതുകൊണ്ട് സിഗ്മ ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 3.5. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നോർമലിൻ്റെ കേർണലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ കേർണൽ ഈസ് ഈക്വൽ ടു ഏത് ഫോർമുല യൂസ് ചെയ്യേണ്ടത്? ഫോർമുലയിൽ പോയിട്ട് മോർ ഫങ്ഷൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺഫിഡൻസ് നോം എടുക്കുക. ആൽഫയുടെ വാല്യൂ ആണ് ആദ്യം ചോദിച്ചേക്കുന്നത്. എന്താണ് ആൽഫ? 90% അല്ലേ? അപ്പോൾ 0.9 ആണ് ആൽഫ. ഇവിടെ ഒരു കാര്യമുണ്ട്. ഇറ്റ് ഇസ് എ സിഗ്നിഫിക്കൻസ് ലെവൽ. അപ്പോൾ ആൽഫ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി 0.9 അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി 0.9. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. കാരണം ഇവിടെ
കോൺഫിഡൻസ് ലെവൽ അല്ല, സിഗ്നിഫിക്കൻസ് ലെവലാണ് ചോദിച്ചേക്കുന്നത്. കോൺഫിഡൻസ് ലെവൽ 0.9 ആണെങ്കിൽ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത് 1 - ദാറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 0.1 കൊടുക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കേസിൽ സിഗ്മയുടെ വാല്യൂ അതായത് 3.5 കൊടുക്കണം. എന്നിൻ്റെ വാല്യൂ 15 കൊടുക്കണം. ആൻഡ് യു ഹാവ് കേർണൽ ഇസ് 1.48644. അപ്പം ലോവർ ലിമിറ്റ് ഓഫ് കോൺഫിഡൻസ് ഇൻ ദ ഇൻ്റർവെൽ എന്തായിരിക്കും? ലോവർ ലിമിറ്റ്. അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ബാറിൽ നിന്ന് ഈ വാല്യൂ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ എന്തായിരുന്നു? 30 മൈനസ് ദിസ്. ഇനിയും അപ്പർ ലിമിറ്റ് എന്താണ്? അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ബാർ അതായത് 30 പ്ലസ് ഇത്. സോ ഈക്വൽ ടു ഇട്ടാലേ ഇത് ഫോർമുലയാണെന്ന് മനസ്സിലാക്കുള്ളൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 30 പ്ലസ് ഈ വാല്യൂ. അപ്പോൾ ഇത്രയും ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ഷീറ്റിലേക്ക് യു ഹാവ് ടു റൈറ്റ് therefore the confidence interval is 28.51355, 31.48645. ഓക്കെ. ഇനി ഈ സെയിം കാര്യം 95% കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ബി 95% കേസ് വ്യത്യാസമൊന്നുമില്ലല്ലേ? എന്നും എക്സ് ബാറും സിഗ്മയൊക്കെ സെയിം തന്നെയാണ്. ആകെയുള്ളത് എവിടെയാണ് വ്യത്യാസം? കേർണൽ കണ്ടുപിടിക്കുന്നതിൽ. കേർണലിൻ്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? റീസെൻ്റ്ലി യൂസ്ഡ് ചെയ്യുന്ന കിട്ടും. ഇവിടെ ആൽഫയുടെ വാല്യൂ 0.95, 0.05 കൊടുക്കണം ആൽഫ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് അഗെയിൻ 3.5. സൈസ് എന്ന് പറയുന്നത് 15 ആണ്. സോ വി ഹാവ് ദി ആൻസർ. സോ ഇറ്റ് ഈസ് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ. ഇവിടെ ഇതാണ് കേർണൽ. ഇതേപോലെ ഇവിടെ എങ്ങനെയാണോ ലോവറും അപ്പറും കണ്ടുപിടിച്ച് അതേപോലെ സബ്ട്രാക്ട് ചെയ്ത് എക്സ് ബാർ 30യിൽ നിന്ന് ഇതിനെ സബ്ട്രാക്ട് ചെയ്തും ആഡ് ചെയ്തും നമുക്ക് ആ ഇൻ്റർവെൽ കിട്ടും. ഈ ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ 1-2 ചെറിയ ചെറിയ ഡിഫറൻസസ് വരും. അതായത് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താ തന്നേക്കുന്നത്? കറക്റ്റായിട്ട് എക്സ് ബാറിൻ്റെയും സിഗ്മയുടെയും വാല്യൂ തന്നേക്കാണ്. ചിലപ്പോൾ എങ്ങനെയായിരിക്കും? സിഗ്മയ്ക്ക് പകരം വിത്ത് വേരിയൻസ് 3.5 എന്നായിരിക്കും. ഓക്കെ. ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ ആൽഫ 0.05. ദാറ്റ് ഡസൻറ്റ് മാറ്റർ കേട്ടോ. ഇത് ഈ ആൽഫ മറ്റേ മുകളിലത്തെ ക്വസ്റ്റ്യൻ്റെ എങ്ങാണ്ടായിരുന്നു, മാറി വന്നു പോയതാണ്. 90%, 95% എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനൊരു ആൽഫയുടെ മീനിങ്ങേ ഇല്ല ഇവിടെ. സോ സപ്പോസ് ക്വസ്റ്റ്യനിൽ വേരിയൻസ് ആണ് തന്നേക്കുന്നത് എങ്കിൽ പ്രത്യേകം ഓർത്തോളുക, എക്സലിൽ എൻ്റർ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ ആണ്. അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ ചില സിറ്റുവേഷൻസിൽ ഡേറ്റ വാല്യൂസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ ആ ഡേറ്റ വാല്യൂസിൽ നിന്നും എക്സ് ബാറും എസ്സും കണ്ടുപിടിക്കണം. അതൊക്കെ നമ്മൾ ഫംഗ്ഷൻസിൻ്റെ വീഡിയോ ക്ലാസ്സസ് എടുത്ത് ഒന്നുകൂടെ നോക്കിയാൽ അതിലെല്ലാം ഉണ്ട്. മീൻ കണ്ടുപിടിക്കുന്ന ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് എക്സ് ബാർ കണ്ടുപിടിക്കാം, സാമ്പിൾ വേരിയൻസ് കണ്ടുപിടിക്കാം. അത് രണ്ടും അതാണ് എസ്. അത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് സെയിം രീതിയിൽ കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കാം. സോ this is the first question paper that we have been discussing. Okay, 3 എന്താ പറയുക 3+3 പാർട്ട് എയിൽ 3 question, പാർട്ട് ബിയിലും 3 question. So we'll come back to Excel. I think you understood. അപ്പോൾ ആൻസറിൽ ഫൈനലി ആൻസർ ഷീറ്റിൽ ഏതാണോ ഇൻ്റർവെൽ അത് കറക്റ്റ് ആ ഇൻ്റർവെൽ ഫോമിൽ തന്നെ എഴുതാം. ഓക്കെ. So we can wind up this video also. അടുത്ത വീഡിയോയിൽ we'll discuss the next question paper. ഇങ്ങനെ ഒരു 2-3 question paper ഡിസ്കഷൻ കഴിയുമ്പോൾ you will be confident as to how to do it. ഈ വീഡിയോസ് എല്ലാം കണ്ട ശേഷം വേണം നമുക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ചെയ്യാൻ. ഓക്കെ. So bye bye everyone. Thank you for watching.